സ്വകാര്യ സ്ഥാപനം കൊണ്ടുപോകുന്ന പോലെ ചില വ്യക്തികൾ താല്പര്യങ്ങൾക്ക് വേണ്ടി വഴിതിരിച്ചു കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കുകയാണ്. ഒറ്റപ്പെട്ട സംഭവം മിനിസ്റ്റർ പ്രതികരിച്ചത് ഏതിനാ അവർ ഒറ്റപ്പെട്ടതെന്ന് പറയാത്ത? ആള് ഭരിച്ചാലും ഒറ്റപ്പെട്ടത്, ആള് ജീവിച്ചാലും ഒറ്റപ്പെട്ടത്, എന്ത് സംഭവിച്ചാലും ഒറ്റപ്പെട്ടത്, എല്ലാം ഒറ്റപ്പെട്ടത്. ഞാൻ പറയുന്ന അവസാനം ഡിക്ഷണറിക്കകത്തത് ഒറ്റപ്പെട്ട വാക്ക് തന്നെ മാറ്റണം. ഡിസ്ചാർജ് ചെയ്ത ആളുകളുമായി ഞങ്ങൾ ഈ പഠിക്കലിരിക്കും. ഞങ്ങൾ ജനപ്രതിനിധികളാണ്, ഞങ്ങൾ ഈ പഠിക്കലിരിക്കും. ഞങ്ങളുടെ കൂടിയാണ് ഈ മെഡിക്കൽ കോളേജ്. ഈ മെഡിക്കൽ കോളേജിന്റെ ഉത്തരവാദിത്വത്തിൽ ഞങ്ങളും ഉണ്ട്. ഈ റോഡിന്റെ തൊട്ടപ്പുറത്തെ ജനപ്രതിനിധി ഞാനാണ്, ഇതിന്റെ മൊത്തത്തിലുള്ള MP ആണ്. ഈ മെഡിക്കൽ കോളേജിന്റെ പരിധിയിൽപ്പെട്ടതാണ് ഇവിടെ പുതുപ്പള്ളിയും പാലായും. ആ പരിധിയിൽപ്പെട്ട ആളുകളെ, ഇതിന്റെ ഏരിയ ഓഫ് ഓപ്പറേഷൻ ഉണ്ട്. ആ ഓപ്പറേഷൻ ഏരിയയിൽപ്പെട്ട ജനപ്രതിനിധികളാണ് ഞങ്ങൾ. അത് കടുത്തുരുത്തിയുണ്ട്. യഥാർത്ഥത്തിലുണ്ടായ സംഭവം എന്തുകൊണ്ട് ജനങ്ങൾ ഇന്ന് മറച്ചു വെച്ചു എന്നുള്ളതാണ് ഞങ്ങളുടെ ചോദ്യം. ഇവിടെ ഒരു ഡെഡ് ബോഡി ഈ മണ്ണിനടിയിൽ കിടക്കുമ്പോഴാണ് ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് ചില ആളുകൾ പറഞ്ഞത്. അതും വളരെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളാണ്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട പ്രശ്നം, ഈ തെരച്ചിൽ തന്നെ 1.5 മണിക്കൂർ വൈകി. 2 മണിക്കൂർ വൈകി. എന്തുകൊണ്ടാണ് 2 മണിക്കൂർ വൈകാൻ കാരണം? ഒന്നും സംഭവിച്ചിട്ടില്ല, ഒരു കുഴപ്പമില്ല, ആരെയും ഞങ്ങൾ അവിടെ അഡ്മിറ്റ് ചെയ്തിട്ടില്ല, ഒരാളിന് പോലും അവിടെ നിൽക്കാൻ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഈ തെരച്ചിൽ വൈകിച്ചത് എന്തുകൊണ്ട് എന്നുള്ളതാണ് ഞങ്ങളുടെ ചോദ്യം. ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല, ഒരു കുഴപ്പമില്ല. അവരീ പറയുന്ന സമയത്ത് ഈ മണ്ണിനകത്തൊരു പാവപ്പെട്ട സ്ത്രീ മരിച്ചു കിടക്കുകയാണ്. ഒരു സ്ഥലം MLA ഉണ്ട്, മന്ത്രിയുണ്ട്. അത് അവര് എന്തിനും നാട്ടുകാരുടെ പച്ചക്കള്ളം പറഞ്ഞു എന്നുള്ളതാണ് ഞങ്ങളുടെ ചോദ്യം. ആ ചോദ്യത്തിൽ അവർ ഉത്തരം പറയട്ടെ. ഒരു പാവപ്പെട്ട സ്ത്രീ ഈ മണ്ണിന്റെ അടിയിൽ മരിച്ചു കിടക്കുന്ന സമയത്ത്, ശ്വാസം മുട്ടി മരിച്ചു കിടക്കുന്ന സമയത്ത് ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് പറയത്തക്ക വിധത്തിൽ ഇതിനെ നിസ്സാരവൽക്കരിച്ചത് എന്തുകൊണ്ട് എന്നൊരു ചോദ്യമുണ്ട്. രണ്ടാമത്തെ കാര്യം, ഇവിടെ എല്ലാവരെയും ഒഴിപ്പിച്ചു എന്നാ പറഞ്ഞത്. 14-ാം വാർഡിന്റെ ഭിത്തി ഇടിഞ്ഞില്ലേ? അതിന്റെ തൊട്ടപ്പുറത്തുള്ള ഭിത്തി ഇടിഞ്ഞില്ലേ? ഈ ഭിത്തി മുഴുവൻ ഇടിഞ്ഞല്ലോ. ഇടിഞ്ഞിട്ടും അപ്പുറത്ത് ആളുണ്ടായിരുന്നു എന്നുള്ള യാഥാർത്ഥ്യം ഇവർക്കറിയില്ലേ? അത് അറിഞ്ഞുകൊണ്ട് എന്തിന് കള്ളം പറഞ്ഞു? ബോധപൂർവമായി സത്യസ്ഥിതിയെ മറച്ചു വെച്ചുകൊണ്ട് ജനങ്ങളുടെ മുമ്പിൽ കള്ളം പറഞ്ഞതാണ് ഞങ്ങളുടെ രണ്ടാമത്തെ പ്രശ്നം. ഞങ്ങളുടെ ബുദ്ധിമുട്ട് യഥാർത്ഥത്തിൽ ഇവരിങ്ങനെ കള്ളം പറയാൻ പോയാൽ എവിടെ വരെ പോയി നിൽക്കും? അങ്ങനെ ചെയ്യരുതായിരുന്നല്ലോ. ഈ ഈ തെരച്ചില് എന്തുകൊണ്ട് ഡിലേ ചെയ്യിച്ചു എന്നുള്ള ചോദ്യമുണ്ട്. ആ ചോദ്യത്തിനും അവർ ഉത്തരം പറഞ്ഞാൽ മതിയാകും. മൂന്നാമത്തെ പ്രധാനപ്പെട്ട പ്രശ്നം, ഇവിടെ ആളുകളെ അഡ്മിറ്റ് ചെയ്തില്ല എന്ന് പറയുന്നത് ശരിയാണോ? നിങ്ങൾക്കെല്ലാം, മാധ്യമപ്രവർത്തകർക്കെല്ലാവർക്കും അറിയാമല്ലോ, അവിടെ ആളുകളെ അഡ്മിറ്റ് ചെയ്തിരുന്നല്ലോ. ആ അഡ്മിറ്റ് ചെയ്തിരുന്ന മാത്രമല്ല, ശുചിമുറി വൃത്തിയാക്കുന്നതിന് വേണ്ടി ആളുകൾ അകത്ത് കയറിയ സമയത്ത് ആ കതക് ചാരിയിട്ടു എന്നുള്ളത് മാത്രമാണ്. അതുകൊണ്ടാണ് കാഷ്വാലിറ്റി യഥാർത്ഥത്തിൽ ഇങ്ങനെ കുറഞ്ഞു വന്നത് എന്നുള്ളതാണ് ഞങ്ങളുടെ അനുമാനം. ഇനി ഒന്നും ഉണ്ടാകാതിരിക്കട്ടെ എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രാർത്ഥന.